ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 3:55 വൈകിട്ട് 5:45 തിരുവനന്തപുരം സെൻറ്ററിൽ എത്തിച്ചേരുന്ന കൊല്ലം തിരുവനന്തപുരം സെൻട്രൽ പാസഞ്ചറായിട്ടോ നമ്മുടെ യാത്ര വരുന്നത്. എല്ലാ സ്റ്റോപ്പും കവർ ചെയ്ത് നമുക്ക് ഇന്നലെ പതുക്കെ തിരുവനന്തപുരം സെൻട്രലിൽ ഇറങ്ങാം കേട്ടോ. അപ്പോൾ അതൊരു കമ്മ്യൂട്ടർ വണ്ടിയും കൂടെയാണ്. അപ്പോൾ അതിന് തിരക്ക് എങ്ങനെയുണ്ടാകുന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ എല്ലാ ദിവസവും നേരത്തെ പറഞ്ഞ പോലെ സർവീസുള്ള വണ്ടിയാണ്. അപ്പോൾ ആലപ്പുഴ കൊല്ലം പാസഞ്ചറായിട്ട് വന്ന് ഇവിടെ കടന്നിട്ട് 3:55 ഇവിടെ നിന്ന് കൊല്ലത്തിന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോകുന്ന ഒരു പാസഞ്ചറാട്ടോ. അപ്പോൾ ആ പാസഞ്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോർബ കൊച്ചുവേളിയായിട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കോർബ തിരുവനന്തപുരം നോർത്ത് സൂപ്പർ ഫാസ്റ്റ് കൊല്ലം ജംഗ്ഷനിൽ വന്ന് കയറിയിരിക്കുകയാണ് ഇപ്പോൾ. നമുക്ക് പോകാനുള്ള കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ എന്ന് പറയുന്നത് ആലപ്പുഴ കൊല്ലം പാസഞ്ചർ റൈഡ് ഷെയറിംഗ് ആട്ടോ. അപ്പോൾ അത് ഫസ്റ്റിലാണ് വരിക. ഫസ്റ്റിൽ തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം പാസഞ്ചർ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പോകുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫസ്റ്റിൽ വന്ന് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ നിന്നിരുന്നത് ഈ സെക്കൻഡിലായിരുന്നു. തേർഡിൽ കിടക്കുന്നത് അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് ആട്ടോ. നമുക്ക് പോകാനുള്ള പാസഞ്ചർ ആട്ടോ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ കൊല്ലം പാസഞ്ചർ 25050 DDXന്റെ WAP4 ആണ് നമ്മുടെ ലോക്കോ വരുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ ഏതെങ്കിലും ഒരു കോച്ചിൽ കയറി ഇരുന്നിട്ട് സെറ്റായിട്ടിരിക്കാം. ഇവിടെ നിന്ന് 3:55 നമ്മുടെ വണ്ടി എടുക്കുക. ഈ ആലപ്പുഴ കൊല്ലം പാസഞ്ചർ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് കൊല്ലം തിരുവനന്തപുരമായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഈ സെയിം റേക്കിലാണ് നമ്മൾ പോവുക. അപ്പോൾ അതിവിടെ വന്ന് നിൽക്കണു. ഇപ്പോൾ നമ്മുടെ പാസഞ്ചർ എങ്ങനെ ഇവിടെ വന്ന് കിടക്കുക കേട്ടോ. നമ്മൾ ആ സമയം നോക്കണ നേരത്ത് നമ്മുടെ 1A പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കൊല്ലം താമ്പരം മെയിലിത് അവിടെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ലൈനിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയിട്ട് റിവേഴ്സിൽ അടിച്ച് കൊണ്ടുവന്ന് 1A കൊണ്ടിട്ടേക്കാണ്. അത് 4 മണിക്ക് ഇവിടെ നിന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് വിൻഡോ സൈഡ് എമർജൻസി എക്സിറ്റ് പിടിച്ചിരുന്നിട്ടുണ്ട്. നമ്മുടെ ഇതിവിടെ നിന്ന് 3:55 എടുക്കുക. അപ്പോൾ ഈ ഒരു 2007 മെയ്ഡ് കോച്ചിലാണ് ഞാൻ കയറിയിട്ടുള്ളത്, ഈ എമർജൻസി വിൻഡോ. ഈ ട്രെയിൻ വന്ന് കയറിയപ്പോൾ അത്യാവശ്യം ആൾക്കാർ ഇതിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ആലപ്പുഴയിൽ നിന്ന് കൊല്ലം വരെ വരുന്നൊരു പാസഞ്ചറാണ് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ കുറേ പേര് ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ വണ്ടി ഒരു കാലിയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ കോച്ചിന് ഞങ്ങൾ ഇരിക്കണ ഈ 2 ഭാഗത്തായിട്ട് ആരും ഇല്ല കേട്ടോ. കാലിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി എന്തായാലും ഇതൊരു കമ്പ്യൂട്ടർ സർവീസ് പോലെ തന്നെയാണ്. 5:45 കിട്ടുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം മയ്യനാട് ഈ ഒഴിവിലും അവിടെ നിന്നൊക്കെ വണ്ടി ഫുള്ളാവാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കയറി ഇരിക്കുകയാണ്. ഇനിയുണ്ട് ഒരു 45 മിനിറ്റ് വണ്ടി എടുക്കാൻ. അതേപോലെ തന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ വണ്ടിയിൽ കയറുന്നവർ ട്രിവാൻഡ്രം വരെ പോകുന്നവരുണ്ടാട്ടോ. കാരണം ഇത് ട്രിവാൻഡ്രം പാസഞ്ചറായിട്ട് പോയിട്ട് ട്രിവാൻഡ്രം സെൻറ്ററിൽ പോയിട്ട് അവിടെ ഒരു 10 മിനിറ്റ് ഉണ്ട്. അതിനുശേഷം തിരുവനന്തപുരം സെൻട്രൽ നാഗർകോവിൽ ജംഗ്ഷൻ പാസഞ്ചറായിട്ട് ഇവിടെ പോകും. അപ്പോൾ കണക്ഷൻ പിടിക്കാനായിട്ട് കുറേ പേര് കയറും ഇതിൽ. കാരണം നെയ്യാറ്റിങ്കര, ബാലരാമപുരം, പാറശാല, ആ ഭാഗത്തോട്ടും ധനവച്ചപുരം, ആ ഭാഗത്തോട്ടൊക്കെ പോകുന്നവർ, അതുകൊണ്ട് നാഗർകോവിൽ പോകുന്നവരൊക്കെ കയറുന്ന ഒരു പാസഞ്ചറാണ്. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡ് ഷെയറിംഗ് ഉള്ളതുകൊണ്ട് തന്നെ കമ്മ്യൂട്ടേഴ്സ് തന്നെ നെയ്യാറ്റിങ്കര ഭാഗത്തേക്ക് പോകുന്നവരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ട്രെയിനും കൂടെയാണ് ഇത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറില്ലേ 56301, അതെന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ കൊല്ലം പാസഞ്ചറിൻ്റെ നമ്പർ ആട്ടോ. ആലപ്പുഴയിൽ നിന്ന് എല്ലാ ദിവസവും 1:15 കൊല്ലം 3:20 എത്തും. അപ്പോൾ നമ്മളിപ്പോൾ അതിനകത്താണ് കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ ആകുമ്പോൾ 56307 ഔട്ട് ട്രെയിൻ നമ്പറാണ്. 3:55 അടുത്ത് 5:45 തിരുവനന്തപുരം സെൻട്രലെത്തും. എന്നിട്ട് അവിടെ ഒരു 15 മിനിറ്റ് ഹോൾട്ട് ചെയ്തതിന് ശേഷം 6 മണിക്ക് എടുത്തിട്ട് 8:05 നാഗർകോവിൽ എത്തും. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ പോകുന്ന പാസഞ്ചറിൻ്റെ നമ്പർ 56308. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലത്തിൽ നിന്ന് കയറുന്നവർ ഒറ്റയടിക്ക് നാഗർകോവിൽ വരെ പോകാട്ടോ. ഇതിൽ ജസ്റ്റ് ഒരു 15 മിനിറ്റ് മാത്രം ഇരുന്നാൽ മതി. നമ്മുടെ പാസഞ്ചർ കൃത്യസമയം 3:55 കൊല്ലം ജംഗ്ഷനിൽ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. നമ്മുടെ കൊല്ലം ജംഗ്ഷൻ തിരുവനന്തപുരം സെൻട്രൽ പാസഞ്ചർ. നമുക്കിനി ഇഷ്ടംപോലെ സ്റ്റോപ്പുകളുണ്ട്. 5:45 നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജേസിന് അവിടെ ഔട്ടറിലിട്ട് എവിടെയോ തേച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ അത് കിട്ടുമോ എന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. നമ്മളിത് ഔട്ടർ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജനശതാബ്ദിക്ക് കയറാൻ നല്ലോണം ആൾക്കാരുണ്ട് കേട്ടോ. നല്ലോണം തിരക്കുണ്ട് വണ്ടിയിൽ. ഇതൊക്കെ റിസർവ് ചെയ്ത ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഇതിൽ നമുക്ക് അൺറിസർവേഷൻ ഇല്ല. ജനശതാബ്ദിയിൽ മൊത്തം റിസർവേഷൻ ഉള്ള കോച്ചാണ്. നല്ലോണം വണ്ടി ഫുൾ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ജയസുദ കയറി വരികയാണ് കേട്ടോ. കുറേ നേരത്തെ തേപ്പിന് ശേഷം ഔട്ടറിലിട്ട് കുറേ നേരം തേച്ചിട്ട് ഇപ്പോഴാണ് കയറി വരുന്നത്. 37448 ഈ റോഡ് ഷെഡിൻ്റെ WAP7 ആണ് ലോക്കോ. നമ്മുടെ കണ്ണൂർ ജേസ്. നമ്മുടെ കൊല്ലത്തിൻ്റെ തിരിവ് തിരിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു തിരിവാണ് ഇത്. കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഷൂട്ട് ചെയ്താൽ നല്ല രസമാട്ടോ. ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരുമ്പോൾ നല്ല രസമാണ് തിരിവ് കാണാനായിട്ട്. നമ്മൾ
നമ്മളതൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പം തന്നെ ഒരു സ്റ്റോപ്പ് വരും ഇരുവൈപുരം. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞാൽ മയ്യനാടാണ് രണ്ടാമത്തെ സ്റ്റോപ്പ് വരിക. അത്യാവശ്യം വലിയൊരു തിരിവാണ് കേട്ടോ ഈ ഒരു കർവ്, കൊല്ലം കഴിഞ്ഞിട്ടുള്ളത് കർവ് തന്നെ. നമ്മളെ ഫസ്റ്റ് ഹോൾട്ടായ ഇരുവൈപുരം റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് കയറിയിരിക്കുകയാണ്. ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ. നമ്മുടെ പാസഞ്ചർ കൊല്ലത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ആദ്യത്തെ സ്റ്റോപ്പാണ്. ഇവിടെ പ്ലാറ്റ്ഫോമിലൊന്നും പറയില്ല കേട്ടോ, താഴെ ഒരു ബേസ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള അത്രയ്ക്ക് തന്നെ ഹൈറ്റ് താഴ്ന്നിട്ടായിരിക്കണേ. നല്ലോണം ബുദ്ധിമുട്ടിയിട്ട് വേണം മേലോട്ട് കയറാനായിട്ട്. ഇവിടേക്ക് നമുക്ക് ഒറ്റൊരു മിനിറ്റ് തന്നെ ഹോൾട്ട് ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ സ്റ്റേഷൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് മേലേക്ക് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവർ ബാക്കി ഭാഗങ്ങളൊക്കെ കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട് ഭാഗത്തിൽ ഇവിടെ നിന്ന് ടുവേർഡ്സ് തിരുവനന്തപുരം പോകുമ്പോൾ ഫ്രണ്ട് ഭാഗത്തിൽ നിന്ന് കുറച്ച് ഭാഗത്തോട്ട് ഹൈറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കോച്ചിലേക്ക് കയറാനായിട്ട്. അത്ര ഹൈറ്റ് പറയാനില്ല, അങ്ങനെ തരക്കേടില്ലാത്തൊരു ഹൈറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇരുപുരത്തിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. നമ്മൾ കൊല്ലം ജില്ലയിൽ തന്നെ മയ്യനാട് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ സ്റ്റേഷനിലാണ് ഒരു സംഭവം നടന്നത്. നമ്മുടെ ഇന്റർസിറ്റി എക്സ്പ്രസ്സിൽ രാവിലെ പോകുന്ന ഗുരുവായൂർ തിരുവനന്തപുരം സെൻട്രൽ ഇന്റർസിറ്റി 163:41 അത് ഇവിടെ നിർത്താണ്ട് പോയൊരു സമയം ഉണ്ടായിട്ടുണ്ടോ. വണ്ടി ഇവിടെ നിർത്താൻ മറന്ന് പോയി ഫുള്ള് റിവേഴ്സ് അടിച്ച് വന്ന് വീണ്ടും അളക്കിയിട്ട് പോയൊരു സംഭവം നടന്നിട്ടുണ്ട് ഈ സ്റ്റേഷനിൽ. നമ്മൾ മയ്യനാട് വന്ന് കയറുകയാണ്. നമ്മൾ ഇവിടെ നിന്നും ഒറ്റ മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം എടുത്തിരിക്കുക കേട്ടോ മയ്യനാടിൽ നിന്ന്. നമ്മളിതിപ്പോൾ കാണുന്നത് പരവൂര് കായലാട്ടോ. അപ്പോൾ ഈ കായൽ കഴിഞ്ഞ വഴിക്കാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നമ്മളതിൻ്റെ സൈഡിൽ കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ. ഇവിടെയൊക്കെ കുറച്ച് ചെറിയ ചെറിയ വീടുകൾ പോലെ കാണാനുണ്ട്. തോന്നുന്നു റിസോർട്ടൊക്കെ ആവാൻ സാധ്യതകളുണ്ട്. അതൊക്കെ നമ്മളിത് പരവൂര് സ്റ്റേഷനിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ വണ്ടിക്ക് എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ട് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എനിക്ക് ഇവിടെ കൊല്ലത്തിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രലിൽ ഒരു 20 രൂപയാട്ടോ ഒരാളുടെ ചാർജ് വരുന്നത്. നമ്മുടെ ഓർഡിനറി കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു ട്രെയിനാണ് പാസഞ്ചർ. നമ്മളിത് പരവൂര് സ്റ്റേഷൻ വന്ന് കയറുകയാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം വരുന്നത് ഈ ഭാഗത്താട്ടോ. നമ്മൾ 3-ലാണ് ചെന്ന് കയറുക. ഇവിടെ റേക്ക് കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് സംഭവം തിരുവനന്തപുരം മംഗളൂർ സ്പെഷ്യൽ വണ്ടി ആട്ടോ. സ്പെഷ്യൽ വണ്ടിയുടെ റേക്കാണ്. അതിവിടെ കൊണ്ട് നമ്മുടെ പരവൂര് കൊണ്ടിട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതേ പരവൂരിൽ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. 1 മിനിറ്റ് തന്നെ ഇവിടെ ഹോൾട്ട് ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ ട്രെയിനിന്. എല്ലായിടത്തും 1 മിനിറ്റ് തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ വണ്ടിക്ക് ഹോൾട്ട്. ഇവിടെ കിടക്കുന്നത് MT റേക്ക് തന്നെയാണ് കേട്ടോ. ഇതിന് ലോക്കൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ആ സമയമാകുമ്പോൾ തിരുവനന്തപുരത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഇവിടെ കൊണ്ടിട്ടേക്കണത് കേട്ടോ. തിരുവനന്തപുരത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇട്ടേക്കണത്. ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നൊരു വഴിയാട്ടോ. അത് ടോളിപ്പാത്ത് വഴി നേരെ പുറത്തേക്ക് കിടക്കുകയാണ്. സെൻട്രലിൽ ഫുഡ് ഓർമ്മിച്ചിട്ടുണ്ട് ആൾക്കാർ. ലോക്കോ തിരിയുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ. നമ്മൾ കാപ്പിൽ റെയിൽവേ സ്റ്റേഷൻ വന്ന് കയറിയിരിക്കുക കേട്ടോ. ഇത് വർക്കല എത്തുന്നതിന് മുന്നത്തെ ഒരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണ്. ഇത് കഴിഞ്ഞാൽ എടവേ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വർക്കല ശിവഗിരി ചെന്ന് കയറുക.
ഈ സ്റ്റേഷനൊക്കെ നമ്മൾ ജസ്റ്റ് മറ്റേ എക്സ്പ്രസ്സിന് സൂപ്പർ ഫാസ്റ്റിലൊക്കെ പോകുമ്പോൾ ഒരു ക്രോസിങ് സ്റ്റേഷൻ പോലെ കാണുള്ളൂ, സ്കിപ്പ് ചെയ്ത് പോണ പോലെയൊക്കെ കാണും, അത് തന്നെ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇവിടെ നിൽക്കുന്നത് ഇങ്ങനത്തെ ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പാസഞ്ചർ അല്ലെങ്കിൽ മെമു സർവീസ് മാത്രമേ ഇവിടെ നിൽക്കുള്ളൂ. ഈ റോഡിൻ്റെ WP7 ആട്ടോ, 22217. ഇത് നമ്മുടെ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ആണ് കേട്ടോ. കൊച്ചു വണ്ടി എന്നൊക്കെ അറിയപ്പെടും ഇതിന്. ഇത് 7:45 ചെന്ന് കോട്ടയം എത്തുക കേട്ടോ. 1:15 നാഗർകോവിൽ നിന്ന് എടുക്കണ വണ്ടിയാണ്. രണ്ട് റിസർവേഷൻ കോച്ച് ഉണ്ട് കേട്ടോ അതിന്, D1 D2. ഇവിടെ കാപ്പിലൊരു ഹോൾട്ട് സ്റ്റേഷൻ ആണ് കേട്ടോ. ഇവിടെ ഈ പോണ പാസഞ്ചർ ട്രെയിൻ മെമുവിനൊക്കെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. അത്യാവശ്യം ഈ ഒരു കമ്മ്യൂട്ടേഴ്സൊക്കെ കൊല്ലത്തേക്ക് പോകാൻ യൂസ് ചെയ്യുന്നൊരു ട്രെയിനുകളാണ് ഈ പാസഞ്ചർ മെമു. അതിനൊക്കെ ഇവിടെ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. നമ്മൾ വർക്കല ശിവഗിരി വന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു 3 മിനിറ്റ് ഡിലേ ഉണ്ട് നമ്മുടെ വണ്ടി വർക്കല ശിവഗിരി കയറുമ്പോൾ. സ്റ്റേഷനൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വർക്കല. കാണാൻ തന്നെ ഒരു അടിപൊളിയായിട്ടാണ് കേട്ടത്. ഞാനിപ്പോൾ ഈ അടുത്ത് വന്ന സമയത്ത് അവിടെ പണി നടക്കണ്ടായിരുന്നു, കഴിഞ്ഞ വട്ടം വന്നു പോയപ്പോൾ. പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് കേൾക്കണത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം, ആ പണി നടക്കണതിൻ്റെ ഫുൾ കാര്യങ്ങൾ പൊളിച്ചിട്ടുള്ളതും ഫുട് ഓവർ ബ്രിഡ്ജ് പണിയാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് മാറ്റി വെച്ചിട്ടുള്ളതൊക്കെ കാണില്ലേ നിങ്ങൾക്കിവിടെ. നമ്മളിത് ചെറിയകീഴ് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊരു മെയിൻ സ്റ്റേഷനാണ്. അത്യാവശ്യം വണ്ടികൾക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഒരു ഹോൾട്ട് സ്റ്റേഷനാണ് ചെറിയകീഴ്. അത്യാവശ്യം ആൾക്കാർ ഇവിടെ നിന്ന് കയറിയും ഇറങ്ങിയും പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത്. ഈ ജോലിക്ക് പോകുന്ന കമ്പ്യൂട്ടേഴ്സൊക്കെ മെയിനായിട്ട് കയറി ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചെറിയകീഴ്. സ്റ്റേഷൻ പുറത്തുനിന്ന് കാണാൻ നല്ല രസം കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുമ്പിൽ ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റാൻഡ് പോലെയാണ് സെറ്റപ്പ്. കണ്ടില്ല ആ ഒരു എൻട്രൻസ് തന്നെ നല്ല അടിപൊളിയാണ്. ചെറിയകീഴ് എഴുതിയിട്ട് ഒരു മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം നമ്മളിത് ഇവിടെ നിന്ന് എടുക്കുക കേട്ടോ. ചെറിയകീഴ് നിന്ന് എടുക്കുകയാണ്. അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ട്രെയിനിൽ. നമ്മുടെ സ്റ്റേഷൻ്റെ കോഡ് CRY എന്നാണ് ചെറിയകീഴിൻ്റെ. നമ്മുടെ വണ്ടി 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അങ്ങനെ പതുക്കെ തിരുവനന്തപുരം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എടുത്ത വഴിക്ക് നല്ല സ്പീഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി. സ്റ്റേഷനിൽ എടുത്ത ഉടനെ തന്നെ ഈ ലെവൽ ക്രോസ് കൊള്ളാമല്ലോ. സൈഡിൽ നല്ല മതിലൊക്കെ കെട്ടിയിട്ട് സൈഡിൽ കൂടെ തന്നെ റോഡ് പോകുന്നുണ്ടോ നമുക്ക് പാരലായിട്ട്. നമ്മളിത് കഴക്കൂട്ടം വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടെക്നോ പാർക്കൊക്കെ ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി ട്രിവാൻഡ്രത്തുള്ളിൽ കയറി കഴിഞ്ഞു. ശേഷം വരുന്ന ഈ ഭാഗത്ത് തന്നെയാണ് കേട്ടോ. നമുക്കിനി ഇവിടെ നിന്ന് കുറച്ച് സ്റ്റോപ്പുകളും കൂടെ ഉള്ളൂ നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രലിലോട്ട് കയറാനായിട്ട്. നമ്മളിങ്ങനെ പതുക്കെ ചെന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞില്ലേ ലൂപ്പിലോട്ട് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ലൂപ്പ് ലൈനിൽ കയറിയിട്ടാണ് സ്റ്റേഷനിലോട്ട് കയറുക. രാവിലെ വഞ്ചിനാടൊക്കെ വന്നിറങ്ങുന്ന സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാവും കേട്ടോ. രക്ഷയില്ലാത്ത തിരക്കാണ്. ഈ സൈഡിൽ കൂടെ ഒക്കെ ആൾക്കാർ ഇറങ്ങി പോണത് കഴക്കൂട്ടത്ത്. തിരിച്ചു പോണ വഞ്ചിനാടിൻ്റെ ആ തിരക്ക് കാണാം. ഭയങ്കര തിരക്കാവും തിരിച്ചു പോണ വഞ്ചിനാടിന് എറണാകുളം പോകുന്നതിന്. ഈ കൊല്ലം ഭാഗത്തോട്ടൊക്കെ പോകുന്നവരൊക്കെ ഫുൾ അതിൽ ജാം പാക്കഡ് ആയിട്ട് ആ വണ്ടി ഇറങ്ങി പോവാ ഇവിടെ നിന്ന്. നമ്മളങ്ങനെ 1 മിനിറ്റ് ഹോൾട്ടിന് ശേഷം കഴക്കൂട്ടത്തിൽ നിന്ന് എടുക്കുകയാണ്. അവിടെ നമുക്ക് സിഗ്നൽ ക്ലിയറൻസ് കിട്ടിയിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡ് എടുത്ത് തുടങ്ങും. ലോക്കോപ്പലിൻ്റെ ഒരു ഹോണും കൊടുത്തു എന്തായാലും.
അങ്ങനെ നമ്മൾ വേളി സ്റ്റേഷനിലൊന്ന് കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത തിരുവനന്തപുരം നോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം പേട്ട കഴിഞ്ഞാൽ സെൻട്രൽ കേട്ടോ. 3 സ്റ്റേഷനാണ് നമുക്കുള്ളത്. കുഞ്ഞൊരു സ്റ്റേഷനാട്ടോ, കണ്ടില്ല, ഇത്രേ ഉള്ളൂ കേട്ടോ. സ്റ്റേഷൻ എന്ന് പറയാനായിട്ടില്ല, ഒരു തിണ്ട് പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ കയറുന്നു. അവിടെ മേലേക്കുള്ള സ്റ്റേഷൻ്റെ പണികളൊക്കെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ അതിനുള്ള സ്പേസൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റിനെ ഹോൾട്ടുള്ളൂ. നമ്മളിത് തിരുവനന്തപുരം നോർത്ത് എടുത്തോണ്ടിരിക്കുകയാണ്. കൊച്ചുവേളി, പണ്ടത്തെ കൊച്ചുവേളി. ഇപ്പോൾ നമ്മുടെ ഈ കായൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാട്ടോ. ഇതാണ് വേളി കായൽ. നമ്മളിത് തിരുവനന്തപുരം നോർത്ത് വന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കണി കിട്ടിയിട്ടുണ്ട്. ആൽക്കോ സിംഗിൾ ഫ്രെയിമിൽ ഒരു ആൽക്കോ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. നമുക്കിവിടെ എന്തായാലും ഹോൾട്ട് ഉണ്ട്. ഹംസഫറിന്റെ റേക്ക് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ SMVT തിരുവനന്തപുരം നോർത്ത്. ഇവിടെ നിന്ന് അത്യാവശ്യം ആൾക്കാർ നമ്മുടെ വണ്ടിക്ക് കയറാനുണ്ടല്ലോ സെൻട്രലിലോട്ട് വരാനായിട്ട്. അപ്പോൾ ഇത് സെൻട്രലിലോട്ട് കയറുന്നവർ മാത്രമാവില്ല, നെയ്യാറ്റിൻകര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാറശാല അങ്ങോട്ടൊക്കെ പോകുന്ന ആൾക്കാർ ഇതിൽ കയറും കേട്ടോ. കാരണം ഇത് 6 മണിയാകുമ്പോൾ അവിടെ നിന്ന് എടുത്ത് നാഗർകോവിൽ പാസഞ്ചറായിട്ട് പോകുന്ന ഒരു സർവീസും കൂടിയാണ്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് വിട്ടിരിക്കുകയാണ് കേട്ടോ. 1 മിനിറ്റിൻ്റെ ഹോൾട്ടിനെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വണ്ടി ഇത് ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അടുത്ത നമ്മൾ തിരുവനന്തപുരം പേട്ടയാണ് സ്റ്റോപ്പ്. അത് കഴിഞ്ഞാൽ നമ്മൾ സെൻട്രലിൽ ഇറങ്ങും കേട്ടോ. നമ്മുടെ പാസഞ്ചറിൻ്റെ നമ്മൾ പോണത് കൊല്ലം തിരുവനന്തപുരം വരെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങും. അത് കഴിഞ്ഞ് ഇത് വീണ്ടും നാഗർകോവിലോട്ട് 6 മണിയാകുമ്പോൾ എടുത്ത് പോകും കേട്ടോ. നമ്മളിത് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മുടെ സെൻട്രൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു മെയിൻ റോഡ് പോകുന്നത് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്തോട്ട് ടൗണിലോട്ട് പോകുന്ന ഒരു റോഡാണിത്. നമ്മുടെ ശംഖുമുഖമൊക്കെ കണക്ട് ചെയ്ത് പോകുന്നൊരു വഴിയാട്ടോ. നമ്മുടെ വേളിയിൽ നിന്ന് ശംഖുമുഖം കണക്ട് ചെയ്ത് നേരെ തിരുവനന്തപുരം പോകുന്ന റോഡാണ് നമുക്കവിടെ കാണാനുള്ളത്. സ്ലീപ്പറും ആ ട്രാക്കിൻ്റെ ഒരു ഫുൾ സെക്ഷൻ്റെ ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ KTN മേലെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും കുറച്ച് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വേറൊരു ട്രാക്കിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. കുറേ സ്ലീപ്പർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ നമ്മുടെ തിരുവനന്തപുരം നോർത്ത് കഴിഞ്ഞ വഴിക്ക് തന്നെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കാണുന്നത് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ റൺവേ ആണ് കേട്ടോ. ആ ഒരു ഭാഗമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാനുള്ളത്. അപ്പോൾ ആ ശംഖുമുഖം ബീച്ചിൽ കണക്ട് ചെയ്തൊരു ഭാഗമാണ് കേട്ടോ ഇത്. നമ്മളതിൻ്റെ പാരലലി നമ്മൾ റെയിൽവേയിലേക്ക് പോവാണ്. നമ്മൾ നോർത്ത് കഴിഞ്ഞപ്പോൾ നല്ല പണിയാണ് നമ്മുടെ പാസഞ്ചർ കളിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പേട്ട എത്തുന്നതിന് മുന്നേ സ്ലോ ആക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ചെന്ന് തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷൻ കയറും. നമ്മുടെ ഇന്റർസിറ്റി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. തിരുവനന്തപുരം സെൻട്രൽ ഗുരുവായൂർ. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഹോൾട്ടായ തിരുവനന്തപുരം പേട്ട വന്ന് കയറാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ട്രെയിൻ സ്പോട്ടിങ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് വീഡിയോ എടുത്തില്ല കേട്ടോ. ചുമ്മാ ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്ത് പോയതാണ്. നമ്മളിത് പേട്ട വന്ന് കയറാണ്. അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങും കേട്ടോ. തിരുവനന്തപുരം സെൻട്രൽ. നമ്മൾ പേട്ടയെ കൊണ്ട് ചവിട്ടിയിരിക്കുക കേട്ടോ. ചിലപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പതിയെ നമ്മൾ പോയി സെൻട്രലിൽ കയറാനുള്ള സാധ്യതയുള്ളൂ. കാരണം ഇവിടെ നിന്ന് എങ്ങനെ പോകണമെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സിഗ്നൽ കിട്ടുന്നതനുസരിച്ച് തീരുമാനിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഇവിടെ കുറച്ച് നേരം പിടിച്ചിട്ടിട്ട് അവിടെ ക്ലിയറൻസ് കിട്ടുന്നതനുസരിച്ചിട്ട് അവർ നമ്മുടെ വണ്ടി കയറ്റി വിടുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ ക്ലിയറൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ചെന്ന് കയറും ട്രിവാൻഡ്രം സെൻറ്ററിൽ. നമ്മുടെ വണ്ടിക്ക് ക്ലിയറൻസ് കിട്ടി കേട്ടോ. 1 മിനിറ്റിന് ഹോൾട്ടിന് ശേഷം നമ്മളിത് പേട്ടയിൽ നിന്ന് എടുക്കുകയാണ്. TVP തിരുവനന്തപുരം പേട്ട. TVP എന്നാണ് കോഡ്. നമ്മുടെ ഇനി അടുത്തത് നമ്മുടെ സെൻട്രലാട്ടോ. നമ്മളിത് സെൻട്രലിൽ എത്താറായിട്ടോ. നമ്മളതിൻ്റെ ഔട്ടറിലുണ്ട്.
നമ്മളിന്ന് നേരെ ചെന്നു. ഫസ്റ്റിൽ തന്നെ കേട്ടോ കയറുണ്ടാവുക. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ പാസഞ്ചർ കയറുള്ളൂ. കാരണം ഒന്നിന് തന്നെ കയറിയിട്ട് അവിടെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നേരെ നമ്മൾ നാഗർകോവിൽ പാസഞ്ചറായിട്ട് പോകും. നമ്മളിതേ കയറിക്കൊണ്ടിരിക്കുകയാണ് പതുക്കെ. ഈ കാണുന്നൊരു ബിൽഡിംഗ് ഇല്ലേ, ഇത് തിരുവനന്തപുരത്തിൽ അത്യാവശ്യം ഒരു വലിയ തിയേറ്റർ ആട്ടോ. ഏരീസ് പ്ലക്സ് എന്ന് പറയും. നല്ലൊരു വലിയ തിയേറ്ററാണ് തിരുവനന്തപുരത്തിലത്തെ. അത്യാവശ്യം വലിയ സ്ക്രീനൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ സെൻറ്ററിൽ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റിൽ തന്നെ പിടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ എക്സിറ്റ് നമുക്ക് കിട്ടും. നമ്മുടെ ട്രിപ്പ് ഷെഡിലൊരു കവച് ഫിറ്റഡ് കാൻപൂറിൻ്റെ WP7 ഉണ്ട് കേട്ടോ, 37835. അതിൻ്റെ ബാക്കിൽ തന്നെ അറക്കോണത്തിൻ്റെ ഒരു P4 ഉണ്ട്, 22654. പിന്നെ സൈഡ് ലൈനിൽ ഒരു 2 P7 ഉണ്ട് കേട്ടോ. അതിൽ ഒരെണ്ണം ഓൺ ചെയ്തിട്ടിട്ടുണ്ട്, ഒരെണ്ണം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. സൈഡിങ്ങിലുണ്ട് കേട്ടോ. സൈഡിങ്ങിൽ ഒരു P7 റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിപ്പോൾ ഏതോ വണ്ടിക്ക് കൊടുത്തു വിടാനാണ് തോന്നുന്നു. ഇവിടെ നോക്കുമ്പോഴേക്കും നമുക്ക് RPMൻ്റെ ഒരു P7 37017 കിടക്കുന്നുണ്ട്. ഈ റോഡിൻ്റെ 37494 ഉണ്ട്. അതേപോലെ തന്നെ ഈ റോഡിൻ്റെ 37142 ഉണ്ട് കേട്ടോ. 3 P7 ഇവിടെ ഉണ്ട്. 2 ഈ റോഡ് ഷെഡിൻ്റെയും ഒരു റോയബർ ഷെഡിൻ്റെ P7 ഇവിടെ ഉണ്ട് കേട്ടോ സൈഡിങ്ങിൽ. നമ്മൾ വന്ന് തിരുവനന്തപുരം സെൻട്രലിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചിനാട് 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിപ്പാർട്ട് ആവാൻ പോകാട്ടോ. അതിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ഈ തിരക്കെന്ന് വെച്ചാൽ നാഗർകോവിൽ പോകുന്ന പാസഞ്ചർ ആയതുകൊണ്ട് തന്നെ നെയ്യാറ്റിങ്ങിലെ പാറശാല ആ ഭാഗത്തോട്ടുള്ള തിരക്കാട്ടോ കയറാൻ നിൽക്കണത്. ഇതിപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഈ വണ്ടി നല്ല ജാം പാക്ഡ് ആവും, ഉറപ്പാണ്. അത്ര ആൾക്കാരാണ് കയറാൻ വേണ്ടി നിൽക്കണത് കേട്ടോ. നമുക്ക് നിർത്തിയ വഴിക്കന്നെ വേഗം ഇറങ്ങാം. നമ്മൾ എത്തിയിരിക്കാട്ടോ. നമ്മൾ ഇറങ്ങാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ കയറാനായിട്ട്. അപ്പം നമ്മളിത് ഇവിടെ ഇറങ്ങാണ്. നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വണ്ടിയിൽ. ഈ തിരക്കൊക്കെ ഇപ്പം ഇതിൽ കയറിപ്പോവാനുള്ള തിരക്കാട്ടോ. ഞാനിപ്പോൾ അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിരിക്കുക കേട്ടോ. ഇറങ്ങിയിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ തന്നെ കേട്ടോ സ്ഥിരം വരിക. ഈ മലബാർ പൊടിച്ചായ നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ കൊല്ലം തിരുവനന്തപുരം സെൻട്രൽ പാസഞ്ചർ യാത്ര തിരുവനന്തപുരം സെൻട്രൽ 5:45 അവസാനിപ്പിച്ചിരിക്കുക കേട്ടോ. നല്ലൊരു യാത്ര തന്നെയായിരുന്നു. പാസഞ്ചർ യാത്രയാണുള്ളത്. എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെ ഉണ്ടാകുന്നത്. എല്ലാ സ്റ്റോപ്പിൽ നിന്ന് സമയം എടുത്ത് വരുന്നൊരു ട്രെയിനാട്ടോ. ഇത് മെയിനായിട്ട് കമ്പ്യൂട്ടർ ട്രെയിനാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ട്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇത് വന്ന് ഇവിടെ ഒരു 15 മിനിറ്റ് നിന്നിട്ട് 6 മണിയാകുമ്പോൾ തിരിച്ച് നാഗർകോവിൽ പോട്ടോ. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ അതിൽ കയറാനും ഉണ്ടാവും. അപ്പോൾ ഈ ചെറിയ പാസഞ്ചർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നത് കാരണം നല്ലൊരു സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. താങ്കൾ ഗൈസ് ബൈ ഫ്രം തിരുവനന്തപുരം സെൻട്രൽ.